വെൽക്കം ടു റേഡിയൻറ്റ്. സംശയിച്ച് നോക്കണ്ട, ഇത് ഞാൻ തന്നെയാണ്. ഇപ്പോഴത് ഭയങ്കര ചൂടല്ലേ, അപ്പോൾ അതുകൊണ്ട് രൂപം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയെന്നേ ഉള്ളൂ. എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? മുമ്പത്തെ ആ ഒരു രൂപമാണോ ഈ ഒരു രൂപമാണോ കൊള്ളാമെന്നുള്ളതായിട്ട് തോന്നിയത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ആയിട്ട് ഇട്ടേക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന ചാപ്റ്ററാണ്. ഇന്നത്തേത് 8ാമത്തെ ക്ലാസ് ആണ്. ഇനി ഒരു ക്ലാസ് കൂടെ കൊണ്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതാണ് ഹ്യൂമിഡിറ്റി. അപ്പോൾ ഹ്യൂമിഡിറ്റിയെ പറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചു. അറ്റ്മോസ്ഫിയറിക് പ്രഷർ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറ്റ്മോസ്ഫിയറിൽ കാണുന്ന വാട്ടർ വേപ്പറിൻ്റെ അളവാണ്. അപ്പോൾ നമ്മളവിടെ ജസ്റ്റ് ആ ഒരു പോയിന്റ് മാത്രം പറഞ്ഞു നിർത്തി. നമുക്കിപ്പോൾ എന്ത് ചെയ്യണം? അതിനേക്കാളും കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യം ഉണ്ട്. അപ്പോൾ എന്താണ് ഹ്യൂമിഡിറ്റി? എങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി വരുന്നത്? ഈ ഹ്യൂമിഡിറ്റി വരുന്നത് കാരണം എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈ വരുന്ന ക്ലാസ്സിലും തൊട്ടടുത്ത ക്ലാസ്സിലും. അപ്പോൾ നമ്മുടെ ഭൂമിയിലെ ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ താഴെയായിട്ടുള്ള നമ്മുടെ ലാൻഡിൽ പലതരം വാട്ടർ സോഴ്സുകളുണ്ട്. ഇവിടേക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഹീറ്റിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സൂര്യപ്രകാശമാണ്. അപ്പോൾ നമ്മുടെ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വരുന്നു. നമ്മളതിനെ വിളിക്കുന്ന പേരെന്താണ്? അതാണ് ഇൻസൊലേഷൻ. അപ്പോൾ ഈ ഇൻസൊലേഷൻ എന്ന രീതിയിൽ സൂര്യപ്രകാശം വരുന്നു. അത് നമ്മുടെ വാട്ടർ ബോഡീസിനെ ചൂടാക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ പറയുന്ന വാട്ടർ എന്തായിട്ട് മാറുന്നു? വാട്ടർ വേപ്പറായിട്ട് മാറുന്നു. വാട്ടർ എന്തായിട്ട് മാറുന്നു? വാട്ടർ വേപ്പറായിട്ട് മാറുന്നു, അഥവാ നീരാവിയായി മാറുന്നു. നമ്മൾ കുറച്ച് വെള്ളം വീട്ടിലെ ഗ്യാസിൽ ചൂടാക്കിയാൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് അല്ലേ. ഈ പറയുന്ന വാട്ടർ കുറേ എന്തായിട്ട് മാറുന്നു? വാട്ടർ വേപ്പർ അല്ലെങ്കിൽ നീരാവിയായിട്ട് മാറുന്നു. ഈ പറയുന്ന നീരാവി നേരെ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലോട്ടാണ് പോകുന്നത്. അങ്ങനെ ഈ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പറിൻ്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഹ്യൂമിഡിറ്റി. എന്തുവാണ്? ഹ്യൂമിഡിറ്റി. അപ്പോൾ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളായി എന്താണ്? അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന വാട്ടർ വേപ്പറിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഈ ഹ്യൂമിഡിറ്റി നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അറ്റ്മോസ്ഫിയറിലെ ഒരു വോളിയം ഓഫ് എന്തെടുക്കുന്നു? അറ്റ്മോസ്ഫിയർ എടുക്കുന്നു. ഓക്കെ, ഒരു യൂണിറ്റ് വോളിയം ഓഫ് ദ അറ്റ്മോസ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു ക്യൂബിൻ്റെ അളവിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു ഭാഗം എടുത്താൽ ഈ അറ്റ്മോസ്ഫിയറിനകത്ത് എത്രത്തോളം വാട്ടർ വേപ്പർ അടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹ്യൂമിഡിറ്റി. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും? അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അറ്റ്മോസ്ഫിയറിൽ എത്രത്തോളം വാട്ടർ വേപ്പർ അടങ്ങിയിട്ടുണ്ട് പെർ മീറ്റർ ക്യൂബ്. അതായത് നമ്മൾ നോർമലി എക്സ്പ്രസ് ചെയ്യുന്നത് ഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന അളവിലാണ്. അതായത് ഒരു മീറ്റർ ക്യൂബ് ഞാനൊരു ഉദാഹരണമായിട്ട് എടുക്കുന്നു. ഇതിപ്പോൾ 1 സെൻറ്റിമീറ്റർ ലെങ്തും ബ്രെഡ്ത്തും തിക്നെസ്സും വരുന്ന ഒരു ക്യൂബ് ഒന്ന് ഊഹിക്കാൻ വേണ്ടി പറയുന്നതാണ്. അങ്ങനെ ഒരു ക്യൂബ് തിക്നെസ് അല്ലെങ്കിൽ ഒരു ക്യൂബ് ഓഫ് എയർ നിങ്ങൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുത്താൽ അതിനകത്ത് എത്ര ഗ്രാം ഓഫ് വാട്ടർ അടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ് ഹ്യൂമിഡിറ്റി? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ സൂര്യപ്രകാശം കാരണം നമ്മുടെ ഈ പറയുന്ന വാട്ടർ ബോഡീസ് ചൂടാവുകയും ഈ വാട്ടർ വേപ്പറായിട്ട് മാറുകയും ആ വാട്ടർ വേപ്പർ ഭൂമിയിൽ നിൽക്കാതെ അല്ലെങ്കിൽ നമ്മുടെ സർഫസിൽ നിൽക്കാതെ അറ്റ്മോസ്ഫിയറിലോട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന വാട്ടർ വേപ്പറിൻ്റെ അളവിനെ പൊതുവിൽ വിളിക്കുന്ന പേര് ഹ്യൂമിഡിറ്റി. ഈ പറയുന്ന ഹ്യൂമിഡിറ്റി എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്താണ് കാണിക്കുന്നത്? ഒരു യൂണിറ്റ് വോളിയം ഓഫ് അറ്റ്മോസ്ഫിയറിൽ എത്ര ഗ്രാം വെള്ളമുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഈ പറയുന്ന ഒരു യൂണിറ്റിനകത്ത് നല്ല രീതിയിൽ വെള്ളമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടുത്തെ ഹ്യൂമിഡിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്താണ്? കുറവാണ്. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന പോയിന്റ്. എന്താണ് ഹ്യൂമിഡിറ്റി? അപ്പോൾ ഹ്യൂമിഡിറ്റി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ഹീറ്റിംഗ് ബൈ ദ സൺലൈറ്റ് അല്ലേ, സൂര്യപ്രകാശം കാരണം കൊണ്ട് ഉണ്ടാവുന്ന ഹീറ്റിംഗ് കാരണം നമ്മുടെ ഭൂമിയിലെ പല സോഴ്സസ് ഓഫ് വാട്ടർ ഉണ്ട്. കടലുണ്ട്, പുഴയുണ്ട്, കുളമുണ്ട്, അങ്ങനെ പല സോഴ്സസ് ഉണ്ട്. അവിടെയുള്ള വാട്ടർ എന്തായിട്ട് മാറുന്നു? വാട്ടർ വേപ്പറായിട്ട് മാറുന്നു. അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നത്. ഈ പറയുന്ന വാട്ടർ വേപ്പർ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ തങ്ങി നിൽക്കുന്നു. അതിന് നമുക്ക് എന്തെന്ന് പറയാം? ഹ്യൂമിഡിറ്റി എന്ന് പറയാം. ഈ ഹ്യൂമിഡിറ്റി ഓരോ സ്ഥലത്തും ഓരോന്നായിരിക്കും. നമ്മളത് ഓൾറെഡി പഠിച്ച് കഴിഞ്ഞ കാര്യമാണ്. കടൽ തീരങ്ങളിലൊക്കെ ഹ്യൂമിഡിറ്റിയുടെ അളവ് കൂടുതലായിരിക്കും, കരപ്രദേശങ്ങളിൽ ഹ്യൂമിഡിറ്റിയുടെ അളവ് കുറവായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹ്യൂമിഡിറ്റിയെ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ 2 ടേംസ് ആണ് ഉപയോഗിക്കുന്നത്. അതിലൊന്നാമത്തേതാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. നമ്മളിപ്പോൾ പഠിച്ചു. ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അല്ലേ. ഒരു യൂണിറ്റ് വോളിയം ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ ഒരു ചെറിയ ക്യൂബിൻ്റെ അളവ് നിങ്ങൾ ആലോചിച്ചാൽ മതി. ചെറിയ ക്യൂബ് എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് അളവുള്ള ക്യൂബ്. അതിന് ഈ പറയുന്ന ക്യൂബിൻ്റെ അളവ് എത്ര, ആ അളവിനകത്ത് എത്ര വാട്ടർ വേപ്പർ ഉണ്ട് എന്നൊന്ന് ലോജിക്കലി ചിന്തിക്കാനാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്?
അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോന്നായിരിക്കും അല്ലേ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അത് കൂടുതലായിരിക്കും, ചില സ്ഥലങ്ങളിൽ അത് കുറവായിരിക്കും. നമ്മൾ ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്. ഓക്കെ, നമ്മളൊരു ഉപകരണം ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ആ ഉപകരണത്തിൻ്റെ പേരാണ് ഇതാ കിടക്കുന്നു, ഹൈഗ്രോമീറ്റർ. പഠിച്ചു വെച്ചോളണം. ഹ്യൂമിഡിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ഹൈഗ്രോമീറ്റർ. മറ്റൊരു ഉപകരണം നമ്മൾ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഡിഫറൻസ് അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഹ്യൂമിഡിറ്റി അഥവാ നമ്മൾ പഠിച്ച അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് ഹൈഗ്രോമീറ്റർ. എന്തുവാണ്? ഹൈഗ്രോമീറ്റർ. അപ്പോൾ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി മനസ്സിലായെങ്കിൽ എന്താണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കി, നമ്മൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ എടുക്കുകയാണ്. ഈ അറ്റ്മോസ്ഫിയറിൽ വെള്ളം ഉൾക്കൊള്ളുന്നതിനൊരു പരിധിയുണ്ട്. നിങ്ങളൊരു സ്പോഞ്ച് സങ്കല്പിക്കുക. നിങ്ങൾ കുറച്ച് വെള്ളം ഈ പറയുന്ന തറയിൽ കിടക്കുകയാണ്. നിങ്ങളൊരു സ്പോഞ്ച് വെച്ച് അത് ഒപ്പിയെടുക്കുന്നു. ആദ്യം എടുക്കുന്ന കുറേ വെള്ളം ഈസി ആയിട്ട് സ്പോഞ്ചിൽ പോകും. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു എന്ന് വിചാരിക്കുക, കുറച്ചുകൂടി അതിനകത്ത് പോകും. വീണ്ടും ഒഴിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ കുറേ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് വിചാരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന സ്പോഞ്ച് ഇനി അങ്ങോട്ട് വാട്ടർ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എത്തുമല്ലോ. ഇതിനെയാണ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. ഇതുപോലെ അറ്റ്മോസ്ഫിയറിന് എന്തുണ്ട്, ഒരു വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതായത് ഈ അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ ഇങ്ങനെ വാട്ടർ വേപ്പർ കൊടുത്തുകൊണ്ടിരുന്നാൽ എല്ലാം അതങ്ങോട്ട് എടുക്കത്തില്ല. ഒരു ലിമിറ്റ് വരെ വാട്ടറിനെ ഹോൾഡ് ചെയ്യാനേ ആർക്ക് സാധിക്കുകയുള്ളൂ, അറ്റ്മോസ്ഫിയറിന് സാധിക്കുകയുള്ളൂ. സോ നമ്മുടെ ഇപ്പോൾ ഉള്ള അറ്റ്മോസ്ഫിയറിൽ അറ്റ് പ്രസൻറ്റ് എത്രത്തോളം വാട്ടർ വേപ്പർ ഉണ്ട് ഡിവൈഡഡ് ബൈ ഈ അറ്റ്മോസ്ഫിയറിൽ എത്രത്തോളം വാട്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ റേഷ്യോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നത്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. നമ്മൾ ഹ്യൂമിഡിറ്റിയെ റിലേറ്റ് ചെയ്യാണ്, ആരുമായിട്ട് റിലേറ്റ് ചെയ്യാണ്, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയറുമായിട്ട് റിലേറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയർ, ഈ പറയുന്ന ഹ്യൂമിഡിറ്റി ഓരോ സ്ഥലത്തും ഓരോന്നാണ്. അപ്പോൾ വാട്ടർ വേപ്പർ അറ്റ്മോസ്ഫിയറിലോട്ട് ചൂടാകുമ്പോഴത്തേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പറയുന്ന വാട്ടർ വേപ്പർ നമ്മുടെ അറ്റ്മോസ്ഫിയറിന് ഹോൾഡ് ചെയ്തതിനൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിനെയാണ് നമ്മൾ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ, ഇപ്പോഴുള്ള ഹ്യൂമിഡിറ്റി അത് നമുക്ക് എന്ത് വിളിക്കാം, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കാം. അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കാം. അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ബൈ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഒരു എക്സാമ്പിൾ ഞാൻ പറയാമെന്ന് വിചാരിക്കാം. ഇപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഇൻറ്റു 100 കൂടിയുണ്ട്. ഇവിടെ ഫോർമുല ഇൻറ്റു 100 കൂടിയുണ്ട്. നമ്മൾ ശതമാനത്തിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇൻറ്റു 100. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 30%. അതിൻ്റെ അർത്ഥം എന്താ, ഇപ്പോഴുള്ള ഈ അറ്റ്മോസ്ഫിയറിൽ 30% വാട്ടർ ഉണ്ട്. അതായത് ഇനി ഒരു 60% വാട്ടറും കൂടെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇവിടെ ഹോൾഡ് ചെയ്യാം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മഴ പെയ്യാൻ സാധ്യത ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ബ്രോഡ്കാസ്റ്റുകാർ പറയാറില്ലേ. അപ്പോൾ ഫോർകാസ്റ്റുകാർ പറയാറില്ലേ. അപ്പോൾ അതൊക്കെ ഇതുമായിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെടുത്തിയിട്ടാണെന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്താണെന്ന് മനസ്സിലായി. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ എന്താ, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ബൈ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഇൻറ്റു 100. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഒന്നും കൂടെ പറയുകയാണേ, ഞാനൊരു സ്ഥലത്തെത്തി. ഇതാണ് ആ സ്ഥലം. ഓക്കെ, അപ്പോൾ ഈ സ്ഥലത്ത് ഇപ്പോൾ അറ്റ്മോസ്ഫിയറിൽ എത്ര വാട്ടർ വേപ്പർ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചാൽ നമ്മളത് എന്ത് ചെയ്യും, നമ്മൾ ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം കൊണ്ടുവരും. എന്തുകൊണ്ടുവരും, ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം കൊണ്ടുവരും. അത് വെച്ച് മെഷർ ചെയ്ത് നമുക്ക് അവിടെ ഒരു ഹ്യൂമിഡിറ്റി കിട്ടും. ആ ഹ്യൂമിഡിറ്റിയുടെ പേരാണ് എന്ത്, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. എന്തുവാണ്, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ നിലവിൽ ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിൽ ഇത്രത്തോളം വാട്ടർ വേപ്പർ ഉണ്ട് പെർ യൂണിറ്റ് വോളിയം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പോൾ ഇവിടെ ഉള്ള ഹ്യൂമിഡിറ്റി അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ബൈ ഈ അറ്റ്മോസ്ഫിയറിക് എയറിന് വെള്ളത്തിന് ഹോൾഡ് ചെയ്യുന്നൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ, ഞാൻ നേരത്തെ സ്പോഞ്ചിൽ പറഞ്ഞ പോലെ. അങ്ങനെയുള്ള ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ, റിലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ അത് നമ്മൾ ശതമാനത്തിലോട്ട് മാറ്റുമ്പോൾ കിട്ടുന്നതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. സപ്പോസ് ഇവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 70% ആണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഈ പറയുന്ന അറ്റ്മോസ്ഫിയർ ഉടനെ തന്നെ എന്തിലോട്ടെത്തും, സാച്ചുറേഷനിലോട്ടെത്തും. അതായത് ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയുടെ മാക്സിമത്തിലേക്ക് ഉടനെ തന്നെ ഈ അറ്റ്മോസ്ഫിയർ എത്തും. അതായത് ഉടനെ തന്നെ മഴ പെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരും. ഓക്കെ ആണോ? അപ്പോൾ 2 കാര്യങ്ങൾ മനസ്സിലായില്ലേ, അല്ലെ 3 കാര്യങ്ങൾ മനസ്സിലായില്ലേ. എന്താണ് ഹ്യൂമിഡിറ്റി,
അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടറിൻ്റെ അളവ്. എന്താ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി? യൂണിറ്റ് വോളിയം ഓഫ് ദ അറ്റ്മോസ്ഫിയറിൽ എത്ര വാട്ടർ ഉണ്ട് അല്ലെങ്കിൽ പ്രസൻറ്റ് എത്ര വാട്ടർ ഉണ്ടെന്നുള്ളതിന് അളവിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയുമായി റിലേറ്റ് ചെയ്താൽ, ഡിവൈഡ് ചെയ്താൽ, എന്നിട്ട് അതിന് ശതമാനത്തിലോട്ട് മാറ്റിയാൽ നമുക്ക് കിട്ടുന്നതാണെന്ത്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ അറ്റ്മോസ്ഫിയർ ഉടനെ എന്തിലോട്ട് എത്തും? സാച്ചുറേഷനിലോട്ട് എത്തുമോ ഇല്ലേ എന്ന്. അപ്പോൾ അവിടെ വരുന്നു അടുത്ത പോയിന്റ്, എന്താണ് സാച്ചുറേഷൻ? ഞാൻ നേരത്തെ സ്പോഞ്ചിൻ്റെ എക്സാമ്പിൾ പറഞ്ഞല്ലേ, നമ്മൾ ഒരു പരിധി വരെ കൊടുക്കുന്ന വെള്ളമേ ആ സ്പോഞ്ചിന് അബ്സോർവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആ സ്പോഞ്ച് അതിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ ഉൾക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥ, അതായത് അത് സാച്ചുറേറ്റഡ് ആയി നിൽക്കുകയാണ്, നിറഞ്ഞിരിക്കുകയാണ്, ഇനി അങ്ങോട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന വാട്ടറിൻ്റെ അളവിൻ്റെ മാക്സിമം നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാച്ചുറേഷൻ ലെവൽ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? സാച്ചുറേഷൻ ലെവൽ. അതായത് ഇനി ഒരു വാട്ടർ വേപ്പർ തുള്ളിയെ പോലും ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിലേക്ക് അതിന് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല. അങ്ങനെ സാച്ചുറേഷൻ ലെവലിൽ നിൽക്കുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും, നമ്മളതിനെ എന്ത് വിളിക്കും? സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് വിളിക്കും. ഇത്രയേ ഉള്ളൂ സാച്ചുറേഷൻ. അപ്പോൾ എന്താ സാച്ചുറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാച്ചുറേഷൻ ഓഫ് ദ സ്റ്റേറ്റ് അറ്റ് വിച്ച് ദ അറ്റ്മോസ്ഫിയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ് വിത്ത് മോയ്സ്ചർ ഓർ വാട്ടർ വേപ്പർ ഈസ് നോൺ as സാച്ചുറേഷൻ ലെവൽ. പൂർണ്ണമായും വാട്ടർ വേപ്പറിനാൽ നിറയപ്പെട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ സാച്ചുറേഷൻ ലെവൽ. ആ സമയത്ത് ടെമ്പറേച്ചർ എത്രയാണോ, അല്ലെങ്കിൽ ഈ അറ്റൈൻ ചെയ്ത ടെമ്പറേച്ചർ എത്രയാണോ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാച്ചുറേഷൻ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ എന്ത് വിളിക്കും? സാച്ചുറേഷൻ പോയിന്റ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? സാച്ചുറേഷൻ പോയിന്റ് എന്ന് വിളിക്കും. ഇത്രയും കാര്യം ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത അവസ്ഥയിലോട്ട് പോവാം. എന്താ സംഭവിക്കുക സാച്ചുറേഷൻ എത്തിക്കഴിഞ്ഞാൽ? നമുക്കത് അറിയണ്ടേ. ഈ സാച്ചുറേഷൻ എത്തുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുക? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ സാച്ചുറേഷൻ ലെവലും സാച്ചുറേഷൻ പോയിന്റും ഇനി പറയേണ്ടതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്നൊരു ചോദ്യമുണ്ട്. അറ്റ് ദ സാച്ചുറേഷൻ ലെവൽ വാട്ട് വിൽ ബി ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി? അറ്റ് ദ സാച്ചുറേഷൻ ലെവൽ വാട്ട് വിൽ ബി ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി? സാച്ചുറേഷൻ ലെവലിൽ ഹ്യൂമിഡിറ്റി എത്രയായിരിക്കും? ഇവിടെ ആലോചിച്ച് നോക്കും, മുകളിലും താഴെയും ഒരേ വാല്യൂ അല്ലേ. ഇവിടുത്തെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നതും ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ തുല്യമാകുമ്പോഴാണല്ലോ അതെന്താവുന്നത്? സാച്ചുറേഷനിൽ എത്തുന്നത്. അപ്പോൾ ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 1 × 100. സോ അവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100% ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം, സാച്ചുറേഷൻ ലെവലിൽ എത്തിയാൽ എന്താ സംഭവിക്കുക? ഇവിടെ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പറായിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ഇവിടെ എത്തുന്നത്, അന്തരീക്ഷത്തിൽ എത്തുന്നത്. അങ്ങനെ അന്തരീക്ഷത്തിൽ എത്തുന്ന വാട്ടർ വേപ്പർ എന്താ ചെയ്യുക? ഇത് ഈ കാണുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിലൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറ്റുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അറ്റ്മോസ്ഫിയറിൽ മൊത്തം വാട്ടർ വേപ്പർ കൊണ്ട് സാച്ചുറേറ്റഡ് ആകുമ്പോഴത്തേക്കും ഇവിടെ എന്താരംഭിക്കും? ഇവിടെ കണ്ടൻസേഷൻ ആരംഭിക്കും. ഇവിടെ കണ്ടൻസേഷൻ ആരംഭിക്കും. എന്താണ് കണ്ടൻസേഷൻ? നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഈ പറയുന്ന വാട്ടർ വേപ്പറായെന്ന്. ഈ വാട്ടർ വേപ്പർ തിരിച്ച് വാട്ടർ ഡ്രോപ്പ് ആകുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കണ്ടൻസേഷൻ എന്ന് വിളിക്കുന്നത്. കണ്ടൻസേഷൻ. ഓക്കെ, അപ്പോൾ എന്താ പറ്റുന്നത്? ദ അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ വിസിബിൾ ഓൺലി വെൻ ദ വാട്ടർ വേപ്പർ കണ്ടൻസസ് ടു ഫോം ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ. ഒന്നുമില്ല, ഇത്രയൊന്നും പറയണ്ട. എന്താണ് കണ്ടൻസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ടർ വേപ്പർ തിരികെ വാട്ടർ ഡ്രോപ്പായിട്ട് മാറുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കണ്ടൻസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വന്നു, വാട്ടർ വേപ്പറായിട്ട് തുടരുന്നു. ആ വാട്ടർ വേപ്പർ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. പക്ഷേ ആ വാട്ടർ വേപ്പർ അറ്റ്മോസ്ഫിയറിൽ നിറയുന്ന അവസ്ഥ, സാച്ചുറേറ്റഡ് ആവുന്ന അവസ്ഥയിൽ ആ വാട്ടർ വേപ്പർ തിരിച്ച് എന്തായിട്ട് മാറും? നീരാവി തിരിച്ച് വെള്ളത്തുള്ളിയായിട്ട് മാറും. അങ്ങനെ വെള്ളത്തുള്ളിയായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. കണ്ടൻസേഷൻ 4 തരത്തിലാണ് നടക്കുന്നത്. എന്തൊക്കെയായിട്ടാണ്? ഡ്യൂ ആയിട്ട്, ഫ്രോസ്റ്റ് ആയിട്ട്, മിസ്റ്റ് അല്ലെങ്കിൽ ഫോഗായിട്ട്, ക്ലൗഡായിട്ട് എന്നിങ്ങനെ 4 തരം കണ്ടൻസേഷനാണ് നമുക്ക് നടക്കുന്നത്. ഈ കണ്ടൻസേഷനൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് പിന്നീട് എന്തുണ്ടാവും? മഴ ഉണ്ടാകും. അതിൻ്റെ പ്രസിപ്പിറ്റേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഇതുവരെയുള്ള കാര്യം ഓക്കെ ആണോ? അപ്പോൾ ഹ്യൂമിഡിറ്റി എന്താണ്? അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പറിൻ്റെ അളവ്. അറ്റ് പ്രസൻറ്റ് യൂണിറ്റ് വോളിയത്തിൽ എത്ര വാട്ടർ വേപ്പർ ഉണ്ടെന്നുള്ളതിന് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കും. ഈ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയെ നമ്മൾ ആ പറയുന്ന അറ്റ്മോസ്ഫിയറിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാട്ടർ ലെവൽ അഥവാ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കിട്ടുന്നത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടി വരുമ്പോഴത്തേക്ക് എവിടെ എത്തും? സാച്ചുറേഷനിലെത്തും. അതായത് 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അഥവാ സാച്ചുറേഷൻ പോയിന്റിലെത്തും.
സാച്ചുറേഷനിൽ എത്തിക്കഴിയുമ്പോൾ ആ ടെമ്പറേച്ചറിന് സാച്ചുറേഷൻ പോയിന്റ് എന്നും ആ വെള്ളത്തിൻ്റെ അളവിന് സാച്ചുറേഷൻ ലെവൽ എന്നും പറയും. അങ്ങനെ വെള്ളത്താൽ സാച്ചുറേറ്റഡ് ആയി കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റും? അവിടെ കണ്ടൻസേഷൻ ആരംഭിക്കും. അതായത് വാട്ടർ വേപ്പർ തിരിച്ച് എന്തിലോട്ട് പോവും? വാട്ടർ ഡ്രോപ്പായിട്ട് മാറാൻ തുടങ്ങും. ഇത് എന്തൊക്കെ രീതി നടക്കും? ഇത് 4 രീതി നടക്കും. ആ ഓരോ രീതിയും നമുക്ക് എന്ത് ചെയ്യാം? ഓടിച്ച് നോക്കാം. 4 രീതിയിലാണ് നടക്കുന്നത്. ഒന്ന് ഡ്യൂ, ഒന്ന് ഫ്രോസ്റ്റ്, ഫോഗ്, മിസ്റ്റ്, ക്ലൗഡ്. അപ്പോൾ ഇതെങ്ങനെയാണ് നടക്കുന്നത് നമുക്കൊന്ന് നോക്കാം. സിമ്പിളാണ്, വലിയ പാടൊന്നുമില്ല. ഫസ്റ്റ് നമ്മുടെ ഭൂമി അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ലെവൽ ഫസ്റ്റ് നമ്മൾ പറയാൻ പോവുകയാണ്. രാത്രി കാലങ്ങളിൽ നമ്മുടെ ലാൻഡിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഫോളാകും. ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഫോളാകും, കുറയും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ലാൻഡിൻ്റെ അടുത്ത് കാണുന്ന ഭാഗത്തുള്ള വാട്ടർ ഡ്രോപ്പുകൾ, ലാൻഡിൻ്റെ അടുത്തായിട്ട് കാണുന്ന വാട്ടർ ഡ്രോപ്പ് എന്ത് ചെയ്യും? തണുക്കും. ചൂടായിട്ടല്ലേടാ ഈ പറയുന്ന വാട്ടർ ഡ്രോപ്പ് എന്തായിട്ട് മാറിയത്? വാട്ടർ വേപ്പറായിട്ട് മാറിയത്. അപ്പോൾ തണുപ്പാവുമ്പോൾ തിരിച്ച് എന്ത് ചെയ്യണം? ഈ പറയുന്ന വാട്ടർ വേപ്പർ തിരിച്ച് വാട്ടർ ഡ്രോപ്പായിട്ട് മാറണ്ടേ? അങ്ങനെ ഈ അറ്റ്മോസ്ഫിയറിൽ ഈ പറയുന്ന ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന വാട്ടർ വേപ്പറുകൾ തിരിച്ചെന്ത് ചെയ്യും? മഞ്ഞുതുള്ളികളായിട്ട് മാറും. എന്തായിട്ട് മാറും? മഞ്ഞുതുള്ളികളായിട്ട് മാറിയിട്ട് ചെടിയുടെയൊക്കെ ഇലയുടെയൊക്കെ തുമ്പത്തായിട്ടും നമ്മുടെ ഗേറ്റ് പോലത്തെ ഗേറ്റിൻ്റെയൊക്കെ അടിയിലായിട്ടും വണ്ടിയുടെ സീറ്റിൻ്റെ മുകളിലായിട്ടും ഒക്കെ ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ തുള്ളികളായി വന്നടിയും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡ്യൂ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഡ്യൂ. അപ്പോൾ ഫസ്റ്റ് ഫോം ഓഫ് കണ്ടൻസേഷനാണ് എന്തെന്ന് പറയുന്നത്? ഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്യൂറിങ് ദ നൈറ്റ്, രാത്രി കാലങ്ങളിൽ ദ എർത്ത് സർഫസ് കൂൾസ് ഡൗൺ, സർഫസ് തണുക്കും. അപ്പോൾ അറ്റ്മോസ്ഫിയർ ക്ലോസ് ടു ദ എർത്ത് സർഫസ് ഓൾസോ കൂൾസ്, അല്ലേ? തൊട്ടടുത്ത് ലാൻഡിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യും? തണുക്കും. അങ്ങനെയുള്ള വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്ത് എന്തായിട്ട് മാറും? ടൈനി ഡ്രോപ്ലെറ്റ് ഓഫ് വാട്ടർ ആയിട്ട് മാറും. ഇത് വിച്ച് വിൽ ക്ലിങ് ഓൺ ടു ദ ഗ്രാസ് ടിപ്പ്, അല്ലെങ്കിൽ ഇലയുടെ തുമ്പുകളിലും ഇലയുടെ ബ്ലേഡുകളിലും ഒക്കെ ഇങ്ങനെ തുള്ളിയായിട്ട് പിടിച്ച് ഇരിക്കും. ഇങ്ങനെ ഇലയുടെയൊക്കെ തുമ്പിലായിട്ട് ഇങ്ങനെ തുള്ളിയായിട്ട് കാണപ്പെടും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡ്യൂ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഡ്യൂ. ഇനി ഇതേ കാര്യം, ഇതേ സർഫസ് രാവിലെ ചൂട് കാരണം വാട്ടർ വേപ്പറായി, വാട്ടർ ഡ്രോപ്പ് രാത്രിയായി, അല്ലേ? എന്തായി? രാത്രിയായി, തണുത്തു, ടെമ്പറേച്ചർ കുറഞ്ഞു. ഈ വാട്ടർ വേപ്പർ തിരിച്ചെന്തായിട്ട് മാറും? വാട്ടർ ഡ്രോപ്പായിട്ട് മാറും. പക്ഷേ ചില സമയത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഈ പറയുന്ന ലാൻഡിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ഡിഗ്രിക്ക് അടുത്തെത്തും. എത്രയ്ക്ക് അടുത്തെത്തും? രാത്രി തണുക്കും എപ്പോഴും. ചിലപ്പോൾ ഇത് അങ്ങ് കുറഞ്ഞ് അങ്ങ് 0 ഡിഗ്രിക്ക് അടുത്തെത്തുമ്പോൾ ഈ വാട്ടർ ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഐസായിട്ട് മാറും. ഐസായിട്ട് മാറിയിട്ട് ഈ ഇലത്തുമ്പുകളിലൊക്കെ കാണപ്പെടുന്ന വെള്ളത്തുള്ളി തന്നെ അത് എന്ത് ചെയ്യും? മരവിച്ച് ഐസ് കഷ്ണങ്ങളായിട്ട് അല്ലെങ്കിൽ ഐസിൻ്റെ തരികളായിട്ട് മാറും. അങ്ങനെ മാറുമ്പോൾ അതിനാണ് നമ്മൾ ഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഫ്രിഡ്ജിലെ ഫ്രീസറൊക്കെ തുറക്കുമ്പോൾ ഫ്രീസറിൻ്റെയൊക്കെ അടിത്തട്ടിലായിട്ട് മഞ്ഞിങ്ങനെ ചെറിയ തരിയായിട്ട് കാണൂലേ? ആ അവസ്ഥയിൽ ഈ പറയുന്ന വെള്ളത്തുള്ളികൾ മാറും. ഇതിനെയാണ് നമ്മൾ ഫ്രോസ്റ്റ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഫ്രോസ്റ്റ് എന്ന് വിളിക്കുന്നത്. പടം നോക്കിക്കോ, കണ്ടോ? ഡ്യൂ കണ്ടോ? ഇലയുടെ തുമ്പുകളിൽ ഈ പറയുന്ന തുള്ളികളായി കാണുന്നത് ഡ്യൂ. എന്നാൽ അതേ തുള്ളികൾ ഐസ് കട്ടയായി മാറുമ്പോൾ ഉണ്ടാകുന്നത് ഫ്രോസ്റ്റ്. ഇത് രണ്ടും നടന്നത് എവിടെയാണ്? ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയറിലാണ്, അല്ലേ? ഈ പറയുന്ന ലാൻഡിനോട് ചേർന്ന സ്ഥലത്താണ്. എന്നാൽ അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് നമ്മളൊക്കെ നോക്കുന്ന സ്ഥലത്ത് ഇവിടെയും ഈ പറയുന്ന ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കുറയും. ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇവിടെയുള്ള വാട്ടർ വേപ്പറും എന്തായിട്ട് മാറും? വാട്ടർ ഡ്രോപ്പായിട്ട് മാറും. പക്ഷേ ഇത് എവിടെ പോയി ക്ലിങ് ഓൺ ചെയ്യും? അല്ലേ? നേരത്തെ ഇലയുടെ തുമ്പിലൊക്കെ പോയി നിന്നു. പക്ഷേ ഈ അറ്റ്മോസ്ഫിയറിൽ എന്താ ഉള്ളത്? ഇതിന് പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിന് പോയി നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആര്? ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ആരാണ്? ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഈ പറയുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെയൊക്കെ ചുറ്റുമായിട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന വെള്ളത്തുള്ളികൾ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ നിൽക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മിസ്റ്റ് എന്നും അല്ലെങ്കിൽ ഫോഗ് എന്നും വിളിക്കുന്നത്. മിസ്റ്റ് എന്നും അല്ലെങ്കിൽ ഫോഗ് എന്നും വിളിക്കുന്നത്. അപ്പോൾ എന്താണ് മിസ്റ്റ് അല്ലെങ്കിൽ ഫോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക്, വെൻ ദ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ദ അറ്റ്മോസ്ഫിയർ ഗെറ്റ്സ് കൂൾഡ്, the water vapor condenses to form tiny droplet of water and remains suspended in the lower atmosphere. അല്ലെ, ലോവർ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് കിടക്കും. Fog or mist is formed as a result of the condensation of the water vapor around tiny dust particles in the lower atmosphere. കണ്ടോ? Fog and mist can be distinguished based on the range of visibility. അതെന്താണെന്ന് പറഞ്ഞുതരാം. സംഭവം മനസ്സിലായോ? മിസ്റ്റ് കണ്ടോ? മൂടൽമഞ്ഞ്, കോടമഞ്ഞ് എന്നൊക്കെ നമ്മൾ പറയൂലേ, സംഭവം അതാണ്. അപ്പോൾ എന്താ പറ്റുന്നത്? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കുറയും.
വാട്ടർ വേപ്പർ എന്തായിട്ട് മാറും? വാട്ടർ ഡ്രോപ്പായിട്ട് മാറും. അതെവിടെ പോയി നിൽക്കും? ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഇരിക്കും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേര് മിസ്റ്റ് അല്ലെങ്കിൽ ഫോഗ്. മിസ്റ്റ് അല്ലെങ്കിൽ ഫോഗ്. ലൈറ്റായിട്ടേ ഉള്ളൂ, കുറച്ച് ഈ പറയുന്ന മഞ്ഞേ ഉള്ളൂ, അപ്പോൾ നമ്മളതിനെ മിസ്റ്റ് എന്ന് വിളിക്കും. ഇനി മൂടൽ മഞ്ഞാണെങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാം? ഫോഗ് എന്ന് പറയാം. ഇത് രണ്ടിനെയും തീരുമാനിക്കുന്നത് റേഞ്ച് ഓഫ് വിസിബിലിറ്റി വെച്ചിട്ടാണ്. ഒരു നിശ്ചിത ദൂരം വരെ കാണാൻ പറ്റുമെങ്കിൽ അത് മിസ്റ്റ്, എന്നാൽ അത്ര ദൂരം കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഫോഗ്. ആ ദൂരം എത്രയാണെന്നൊക്കെ ഉള്ളത് മുന്നത്തെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഇപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്, സോ പറയുന്നില്ല. അപ്പോൾ എന്താണ്? ടെമ്പറേച്ചർ കുറയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്, കണ്ടൻസേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ കണ്ടൻസേഷൻ സംഭവിക്കുക. ടെമ്പറേച്ചർ നമുക്ക് എന്ത് വിളിക്കാം? സാച്ചുറേഷൻ പോയിന്റ് എന്ന് വിളിക്കാം. അങ്ങനെ സാച്ചുറേഷൻ പോയിന്റ് എത്തുന്നു അല്ലേ? രാത്രി കാലങ്ങളിൽ സാച്ചുറേഷൻ പോയിന്റ് എത്തുമ്പോൾ അവിടെ ഡ്യൂ ഉണ്ടാകും. രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന സാച്ചുറേഷൻ പോയിന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ടെമ്പറേച്ചർ 0 ഡിഗ്രിക്ക് താഴെ പോയാൽ അവിടെ എന്തുണ്ടാവും? അവിടെ ഫ്രോസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയറിൽ, കുറച്ചുകൂടി മുകളിലോട്ട് സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ലെവലിലോട്ട് ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് പറ്റും? വാട്ടർ വേപ്പർ വാട്ടർ ഡ്രോപ്പായിട്ട് മാറും. അത് ഡസ്റ്റ് പാർട്ടിക്കിൾസിന് ചുറ്റും പറ്റിപ്പിടിച്ചിരിക്കും. അതിനെ നമ്മൾ മിസ്റ്റ് അല്ലെങ്കിൽ ഫോഗ് എന്ന് വിളിക്കും. ഇനി എന്ത് വിളിക്കും? മിസ്റ്റ് അല്ലെങ്കിൽ ഫോഗ് എന്ന് വിളിക്കും. ഇനി ഇതേ സംഭവം നടക്കുകയാണ്. എവിടെയാണ്? അപ്പർ പാർട്ട്. ഓക്കെ, എന്താണ്? അപ്പർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ മുകളിലത്തെ ഭാഗത്താണ് നടക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്നതാണ് എന്ത്? ക്ലൗഡ് അഥവാ മേഘമെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്നതാണ് എന്ത്? ക്ലൗഡ് അല്ലെങ്കിൽ മേഘം. അപ്പോൾ മിസ്റ്റും ഫോഗ് മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അറ്റ്മോസ്ഫിയർ തണുക്കുന്നു, ആ പറഞ്ഞ പോയിന്റുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് എന്ത്? മേഘങ്ങൾ. അപ്പോൾ ക്ലൗഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ക്ലൗഡ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ കണ്ടൻസേഷൻ എറൗണ്ട് ദ ടൈനി ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അല്ലേ, അപ്പർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയറിൽ ഇതുപോലെ ടൈനി ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. അവിടുത്തെ പ്രത്യേകത അതിൻ്റെ വലിപ്പം, അവിടെ ഉണ്ടാകുന്ന വെള്ളത്തുള്ളികളുടെ വലിപ്പം എന്ന് പറയുന്നത് 0.001 സെൻറ്റിമീറ്റർ ഡയമീറ്ററിനേക്കാൾ ചെറുതായിരിക്കും. The water droplet thus formed are less than 0.001 സെൻറ്റിമീറ്റർ ഡയമീറ്റർ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? അത് സസ്പെൻഡ് ചെയ്ത് തന്നെ കിടക്കും അല്ലേ? അതെന്ത് ചെയ്യും? സസ്പെൻഡ് ചെയ്ത് തന്നെ കിടക്കും. അങ്ങനെ സസ്പെൻഡ് ചെയ്യുന്ന ഈ പറയുന്ന ചെറിയ ഡ്രോപ്ലെറ്റുകൾ പരസ്പരം കൂടി ചേർന്നാണ് എന്തുണ്ടാകുന്നത്? മേഘങ്ങൾ ഉണ്ടാകുന്നത്. മേഘങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുന്നത്? മേഘങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള മേഘങ്ങളുടെ ടൈപ്പും കൂടെ പറഞ്ഞ് നിർത്താം. അപ്പോൾ അതൊക്കെ ആ ഒരു ഫുൾ പോർഷൻ അങ്ങ് കംപ്ലീറ്റ് ആവും. മേഘങ്ങൾ പ്രധാനമായിട്ട് 4 തരം. ഏതൊക്കെയാണ്? സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ്. ഏതൊക്കെയാണ്? സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ്. ആദ്യം വരുന്നു സിറസ്. ആകാശത്ത് അധികം ഈ പറയുന്ന കണ്ടൻസേഷൻ ഒന്നും നടക്കാത്ത സമയത്ത് ചെറിയ ഫെദർ പോലെ, ചെറിയ ഡെലിക്കേറ്റ് ടൈനി തിൻ ഫെദർ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ, നല്ല ഉയരങ്ങളിൽ കാണുന്ന മേഘങ്ങൾ, അതിനെയാണ് സിറസ് ക്ലൗഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആകാശത്ത് കണ്ടൻസേഷനൊക്കെ വളരെ കുറവായിട്ടുള്ള സമയത്ത് അപ്പർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ഇത്തരത്തിൽ ഫെദർ പോലെ ലൈറ്റായിട്ട് തിന്നായിട്ട് കാണപ്പെടുന്ന മേഘങ്ങളെയാണ് നമ്മൾ സിറസ് ക്ലൗഡ്സ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? സിറസ് ക്ലൗഡ്സ്. ഇനി ഈ പറയുന്ന ചെമ്മരിയാട് നിൽക്കുന്ന പോലെ, ചെമ്മരിയാടിൻ്റെ ഒരു കൂട്ടമൊക്കെ കാണുന്നത് പോലെ തിക്ക് ലെയർ ഓഫ് ക്ലൗഡ്സ് കാണപ്പെടും. എവിടെ? ലോവർ അറ്റ്മോസ്ഫിയറിൽ. എവിടെ? ലോവർ അറ്റ്മോസ്ഫിയറിൽ. അതിനെയാണ് നമ്മൾ സ്ട്രാറ്റസ് ക്ലൗഡുകൾ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? സ്ട്രാറ്റസ് ക്ലൗഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്? തിക്ക് ലെയേർഡ് ക്ലൗഡ്സ് എറൗണ്ട് ദ ലോവർ അറ്റ്മോസ്ഫിയർ. സിറസ് എന്തായിരുന്നു? അപ്പർ അറ്റ്മോസ്ഫിയറിലായിരുന്നു. ഇതെന്തായിരുന്നു? ലോവർ അറ്റ്മോസ്ഫിയർ കാണുന്നതാണ് എന്ത്? സ്ട്രാറ്റസ് ക്ലൗഡ്. സാധാരണ നമുക്ക് നോക്കുമ്പോൾ ചെമ്മരിയാടിൻ്റെ ഒരു കൂട്ടത്തിനെയൊക്കെ തലകുത്തനെ കാണുന്ന പോലെ തോന്നും. നെക്സ്റ്റ് വരുന്നതാണ് ക്യൂമുലസ് ക്ലൗഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് അല്ലെങ്കിൽ ഇൻറ്റൻസ് കൺവെക്ഷൻ നടക്കുകയാണ്. ഇൻറ്റൻസ് കൺവെക്ഷൻ, നല്ല രീതിയിൽ ഈ പറയുന്ന ഹീറ്റിംഗ് കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയർക്ക് എയർ ഹീറ്റ് ചെയ്ത് വാട്ടർ വേപ്പറിനെയൊക്കെ കൊണ്ടുവന്ന് മുകളിലെത്തി കഴിയുമ്പോൾ നല്ല രീതിയിൽ ഇത് സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? തിക്ക് ക്ലൗഡ്സ് ഉണ്ടാവും. അതായത് നമ്മൾ ഈ പഞ്ഞിക്കെട്ട് പോലെ അല്ലേ, കോട്ടൺ വൂൾ അല്ലേ, ഈ പഞ്ഞിക്കെട്ട് പോലെയുള്ള കട്ടിയുള്ള നല്ല ഈ പറയുന്ന അപ്പർ അറ്റ്മോസ്ഫിയർ ലോവർ അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയാൻ പോലും പറ്റും, നല്ല രീതിയിലുള്ള വെർട്ടിക്കൽ എക്സ്റ്റെൻഡ് വരുന്നത് കണ്ടോ. ഈ പറയുന്ന മോളിൽ നിന്ന് താഴോട്ടുള്ള ഇതിനെയാണ് നമ്മൾ വെർട്ടിക്കൽ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ വെർട്ടിക്കൽ എക്സ്റ്റെൻഡ് വരുന്ന ക്ലൗഡ്സ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ക്യൂമുലസ് ക്ലൗഡുകൾ എന്ന് വിളിക്കുന്നത്. ദേ ഹാവ് എ ഗ്രേറ്റ് വെർട്ടിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ നല്ല തിക്നെസ് ഉണ്ടാവും. കട്ടയ്ക്ക് പഞ്ഞിക്കെട്ട് പോലെ ആകാശത്ത് കാണുന്നതാണ് എന്ത്? ക്യൂമുലസ് ക്ലൗഡുകൾ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ക്യൂമുലസ് ക്ലൗഡുകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവസാനം വരുന്ന മഴമേഘങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നിംബസ് ക്ലൗഡ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? നിംബസ് ക്ലൗഡ് അഥവാ മഴമേഘങ്ങൾ. അതായത് ഡാർക്ക് റെയിൻ ബിയറിംഗ് ക്ലൗഡ്സ് ഫോംഡ് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് നിംബസ് ക്ലൗഡ്.
ഇത് ഡാർക്ക് ആകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളത്തിൻ്റെ കണികകളുടെ കോൺസെൻട്രേഷൻ കൂടുതൽ കാരണം അത് ലൈറ്റിനെ എന്ത് ചെയ്യത്തില്ല, അതിലൂടെ കടന്നു വരാൻ അനുവദിക്കാതിരിക്കുന്നത് കൊണ്ടാണ് അതെന്തായിട്ട് കാണുന്നത്, കാർമേഘങ്ങൾ അല്ലെ, കാർമേഘം ആ ഒരു കറുത്ത നിറത്തിൽ കാണുന്നതിൻ്റെ കാരണം എന്താണ്, അത് ലൈറ്റിനെ കടത്തി വിടത്തില്ല. അപ്പോൾ ലൈറ്റിനെ കടത്തി വിടാത്തപ്പോൾ നമ്മളവിടെ ഇതിനെ എന്തായിട്ട് കാണും, അതിനെ ഡാർക്കായിട്ട് കാണും. ഇതാണ് എന്ത്, പ്രധാനപ്പെട്ട 4 തരം ക്ലൗഡ്. അപ്പോൾ ഒന്നും കൂടെ, ക്ലൗഡുകൾ 4 തരം ഏതൊക്കെയാണ്, സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ്. സിറസ് എന്ന് പറഞ്ഞാൽ ഫെദർ ലൈക്ക് ക്ലൗഡ്, സ്ട്രാറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്ക് ക്ലൗഡ് ഫൗണ്ട് ഓൺ ദ ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ, ക്യുമുലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കാണുന്ന നമ്മളെപ്പോഴും പടം വരയ്ക്കുമ്പോഴൊക്കെ വരയ്ക്കുന്ന ആ കട്ടിയുള്ള മേഘമാണ് ക്യുമുലസ് ക്ലൗഡ്. നിംബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മഴ പെയ്യിപ്പിക്കുന്ന മേഘങ്ങൾ, അതാണെന്ത്, നിംബസ് ക്ലൗഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 4 തരം ക്ലൗഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ. കണ്ടോ, 4 മേഘങ്ങളും അതിന് ടൈപ്പും. ഇനി വരുന്നത് പ്രസിപ്പിറ്റേഷനാണ്. അതും കൂടി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ പ്രസിപ്പിറ്റേഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ലടാ, മേഘമായല്ലോ അല്ലേ, അറ്റ്മോസ്ഫിയറിലെ വെള്ളമായി, അത് മേഘമായി കഴിഞ്ഞാൽ പിന്നെ അടുത്തെന്താണ്, മഴ. ആ മഴ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ്, മഞ്ഞ് വീഴ്ച അല്ലെങ്കിൽ ആലിപ്പഴം, ഹെയിൽ സ്റ്റോൺ, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പ്രസിപ്പിറ്റേഷനെ പഠിക്കുന്നത്. ടൈപ്സ് ഓഫ് റെയിൻഫോൾ പഠിക്കും, അത് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് വയ്ക്കാം. ആ ക്ലാസ്സിനോട് കൂടി 9ാമത്തെ പാർട്ടോട് കൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് വേണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യൽ ഓൺലൈൻ ട്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് കിട്ടണമെങ്കിൽ, വേണമെന്നുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.